ഇതെന്താടി പതിവില്ലാത്തൊരു പ്രാർത്ഥന? എടി എന്താണ് നിന്റെ പ്രശ്നം? നീ അവിടെ ഇരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കണുണ്ട്, മെഴീരി കത്തിച്ച് പ്രാർത്ഥിക്കണുണ്ട്. ഇപ്പൊ ദേ ഇവിടെ വന്ന് പുണ്യാളുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. എന്റെ മോളെ നിന്നെ കിട്ടാൻ പോണവൻ നിന്നെ ഇട്ടിട്ട് പോകൂല. അവൻ 2 കൊല്ലം ലീവും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിന്നെ കെട്ടും. നീ ടീച്ചറായത് പെടുവാൻ 10 വയസ്സ് സ്ത്രീധനവും വേണ്ടെന്നാ പറഞ്ഞേക്കണ. അച്ഛൻ എന്തൊക്കെയാ പറയണേ? അതൊന്നുമല്ല എന്റെ പ്രശ്നം. പിന്നെ എന്താ പ്രശ്നം? നീ ക്ലാസ്സിലേക്ക് പോണില്ല, 2 ദിവസം ലീവാണ്. ടീച്ചർമാര് നിന്നെ അന്വേഷിക്കണം. നിന്നെ വല്ല മാതാപിതാക്കൾ വല്ലതും പറഞ്ഞ, അധ്യാപകര് വല്ലതും പറഞ്ഞ, കുട്ടികൾ വല്ലതും പറഞ്ഞ? അച്ഛനറിയാലോ. പിന്നെ എന്താ? കുഞ്ഞുനാള് മുതലുള്ള എന്റെ ഒരു ആഗ്രഹമായിരുന്നു ടീച്ചറായിട്ട് വർക്ക് ചെയ്യണോന്നുള്ളത്. അതിനല്ലേ നിന്നെ ഞാൻ പഠിപ്പിച്ച് ടീച്ചറാക്കിയത്. നല്ല ലക്ഷങ്ങൾ കൊടുത്തല്ലേ നീ എയ്ഡഡ് സ്കൂളിൽ കയറിയത്. ഇപ്പൊ അതല്ല, തെറ്റെഴുതി പരീക്ഷ പാസ്സായാൽ മാത്രമേ എനിക്ക് ആ ടീച്ചറായിട്ടുള്ള ജോലിയിൽ തുടരാൻ പറ്റുള്ളൂ. തെറ്റെഴുതിയാൽ എങ്ങനെ പാസ്സാകും? ശരിയല്ലേ എഴുതി കയറേണ്ടത്. തെറ്റ് പറയരുത്, തെറ്റ് ചെയ്യരുത്, തെറ്റ് എഴുതരുത്, ശരി എഴുതി പഠിക്കണം. ഞാൻ ആരോടാ ഈ പറയണേ? അതല്ല അച്ഛാ, തെറ്റല്ല, തെറ്റ് കേട്ടെറ്റ് എന്നുള്ളൊരു യോഗ്യത എക്സാം. അത് ആ എക്സാം എഴുതി പാസ്സായാൽ മാത്രമോ ഇനി ടീച്ചറായിട്ട് മുന്നോട്ട് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നിങ്ങളല്ലല്ലോ പരീക്ഷ എഴുതേണ്ടത്. നിങ്ങൾ പഠിക്കണ പിള്ളേരല്ലേ ഓണ പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയൊക്കെ എഴുതേണ്ടത്. പിള്ളേരുടെ പരീക്ഷയുടെ കാര്യമല്ല അച്ഛാ ഞാൻ. നീ ഒരുപാട് പരീക്ഷ എഴുതിയതല്ലേ അച്ഛ? അതല്ലെന്ന്, ഇത് ടീച്ചർമാരെ എഴുതേണ്ട ഒരു എക്സാമാ. ഇപ്പൊ ഇത് എഴുതിയില്ലെങ്കിൽ എന്താ കുഴപ്പം? അത് എഴുതിയില്ലെങ്കിൽ ഞാൻ VRS എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോരേണ്ടി വരും. അപ്പൊ നമ്മ കെട്ടി വെച്ചേക്കണ കാശ അതൊക്കെ പോകുമെന്ന്. എനിക്ക് ആനുകൂല്യങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. ഇത് എന്നാടി നിയമം വന്നത്? 2025 സെപ്റ്റംബർ 1-ാം തീയതി വന്ന നിയമം ഇത്. 2027 വരെ ഉള്ളൂ ഇത്. ഈ 2 വർഷത്തിനുള്ളിൽ ഇത് ജയിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, ടീച്ചർ എന്നുള്ള എന്റെ ഒരു ആഗ്രഹം തന്നെ ഞാൻ മാറ്റി വെക്കണം. സമയം ഉണ്ടല്ലോ, 2 വർഷം ഉണ്ടല്ലോ, എപ്പോഴെങ്കിലും എഴുതിയെടുത്താ പോരെ. അങ്ങനെ എപ്പോഴൊന്നും പറ്റൂല ചാ. എപ്പോഴും പോയി എഴുതാനായിട്ട് ഇത് SSLC പരീക്ഷ ഒന്നും അല്ല. ഞാൻ എന്ത് ചോദിച്ചാ? അപ്പൊ എനിക്ക് ടെൻഷൻ അടിക്കാണ്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? അച്ഛനൊന്ന് പറഞ്ഞേ. പരീക്ഷ എഴുതി പാസ്സാവൂലേ? പാസ്സായില്ലെങ്കിൽ എന്റെ ജോലി പോവൂലേ? പിന്നെ ടീച്ചർ എന്നുള്ള ആഗ്രഹം ഞാൻ മാറ്റി വെക്കേണ്ടി വരൂലേ? അച്ഛനറിയാലോ, സ്കൂളിൽ ഏതെങ്കിലും ഒരു കുട്ടി തോറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കൊച്ചിനിട്ട് എന്തോരം ഇട്ട് പീഡിപ്പിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ തോറ്റുപോയാൽ ഞാൻ എങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കും? ഞാനേ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടൊന്നും സംസാരിച്ചാലോ, അല്ല വിദ്യാഭ്യാസ മന്ത്രിയായിട്ടൊന്നും സംസാരിച്ചാലോ? അച്ഛൻ എന്ത് വർത്താനോ പറയുന്നേ? ഇത് സുപ്രീം കോടതിയുടെ വിധിയാണ്. വല്ലാത്തൊരു വിധിയായിപ്പോയി. ഞാൻ HM-നോടൊന്ന് സംസാരിക്കട്ടെ ആദ്യം. വല്ല പോകുമ്പഴി ഉണ്ടാന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ അന്വേഷിച്ച് വീട്ടിൽ വന്നായിരുന്നു. ചേട്ടൻ വെളിയിലോട്ട് പോയെന്ന് പറഞ്ഞു. ഞാൻ മോള് പഠിപ്പിക്കുന്ന സ്കൂളിലൊന്നും HM ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഒന്നൊന്ന് കണ്ടേക്കാന്ന് കരുതിയിട്ടാണ് വീട്ടിലിരിക്കുന്നപ്പോ ഞാൻ അങ്ങോട്ട് വരാം. അല്ല വേണ്ട, ഞങ്ങളൊരു കുറച്ച് ടെൻഷനിലാണ്. അതുകൊണ്ടാ. അല്ല കാര്യം എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ സംസാരിച്ചാണെങ്കിലും അമ്മാവനെന്നുള്ളതല്ല, എനിക്ക് ചില ബാധ്യതകളില്ലേ. അമ്മാവ അവൻ ഉറക്കൊഴിച്ചാണ് ഇങ്ങോട്ട് വിളിക്കണത്. ഇവളും അവനും കൂടി എപ്പോഴും സംസാരമാണ്. മനസ്സുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് അടുത്ത് കഴിഞ്ഞു. എനിക്ക് തോന്നണത് ഈ അടുത്ത വർഷം ടപ്പേന്ന് പെട്ടെന്ന് അങ്ങ് പോകുന്നതാണ് എനിക്ക് തോന്നണത്. 2027 സെപ്റ്റംബറിന് ശേഷം കല്യാണം മതി. 1 വർഷം കൂടി നീട്ടാനാ? എന്തിനീ? അല്ല അത് ഇപ്പോഴേ എന്തോ തെറ്റോ ശരിയോ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആര് തെറ്റ് ചെയ്തിട്ട്? അല്ല അങ്ങനെ എന്തോ പരീക്ഷ എന്തോ. അത് സിമ്പിൾ പരീക്ഷ. എന്റെ മോക്ക് ടെറ്റ് പരീക്ഷ എഴുതണം, കേട്ടെറ്റ്. അത് അവള് സിമ്പിൾ ആയിട്ട് എഴുതി എടുത്തോളാന്ന് പറഞ്ഞു. എന്താ പ്രശ്നം ചോദിച്ചാലേ, ഇപ്പൊ ഞാൻ എഞ്ചിനീയർ, ഇത് അളിയൻ എഞ്ചിനീയർ. ഞങ്ങളുടെ വീട്ടിൽ മുഴുവൻ എഞ്ചിനീയർമാരും ഡോക്ടർമാരും മാത്രമേ ഉള്ളൂ. ഒരു ടീച്ചർ വേണമെന്നുള്ള ആഗ്രഹം. ടീച്ചർ കുടുംബത്തിൽ വേണം. ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ടീച്ചർ നമ്മുടെ കുടുംബത്തിലുണ്ടാകുമ്പോഴേ കുടുംബത്തിന് ഒരു ഐശ്വര്യമുള്ളൂ. മാത്രമല്ല ടീച്ചർമാർക്കുള്ള ഒരു ഗുണം എന്താണെന്നറിയാം? റിട്ടയർഡ് ആയാൽ ഇതുപോലെ ബഹുമാനം കിട്ടുന്ന ഒരു ജോലി വേറെ ഇല്ല. അതൊക്കെ ശരി. ബാക്കി എല്ലാവരും സർവീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അളിയാന്ന് വിളിക്കും. അല്ല അതല്ലെന്നേ, ഇപ്പൊ ഈ തെറ്റോ ശരി അതിന്റെ പരീക്ഷയില്ലേ? തെറ്റ് നിസാര പ്രശ്നങ്ങള്. ഇനിയിപ്പോ അത് തോറ്റ് പോവാണ് എന്ത് ചെയ്യും? തോക്കില്ലല്ലോ, എന്റെ മോളല്ലേ, അവൾ ഇതിലും വലിയ പരീക്ഷ എഴുതിയിട്ടുള്ളതാണ്. അല്ല തോറ്റാൽ എന്ത് പറ്റും? തോറ്റായി കഴിഞ്ഞാൽ അവരിപ്പൊ പറഞ്ഞ നിയമം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയം വിരമിക്കണം, ഉള്ള ആനുകൂല്യങ്ങളും മേടിച്ച് വീട്ടിൽ പോകണം. അതാണ് അത് തോറ്റവർക്ക്. മോക്കത് ബാധകമല്ല. അല്ല ഞാൻ അതാ ചോദിച്ചത്. നമ്മൾ ഈ കല്യാണം പറഞ്ഞുറപ്പിക്കുമ്പം നമ്മ വളയൊക്കെ നമ്മൾ മോതിരം ഇട്ടതല്ലേ? പറഞ്ഞുറപ്പിക്കും മോള് ടീച്ചറല്ലേ? തോറ്റ് കഴിയുമ്പോ ടീച്ചർ അല്ലാതെ പോവില്ലേ? അല്ല ഇട്ട മോതിരം ഉറപ്പിച്ച് നമ്മള് കല്യാണം ഉറപ്പിച്ചില്ല. അടുത്ത വർഷം കല്യാണം വെച്ച 25 ലക്ഷം കൊടുത്തിട്ടില്ലേ അവിടെ? അത് കിട്ടും. അത് പോട്ടെ, അത് എന്റെ കാശല്ലേ, അത് പോയിക്കോട്ടെ. അല്ല അവള് പോവില്ലല്ലോ, അവള് ജയിക്കുമല്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം, നമ്മളോടൊന്നും തോന്നരുത്. ഈ പരീക്ഷ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇട്ട മോതിരം ഞങ്ങൾ ഇങ്ങ് ഊരും. പിന്നെ നമുക്ക് ഈ 2026 എന്നുള്ളത് 2027 സെപ്റ്റംബർ വരെ സമയമുണ്ട്. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിയാൽ മതി. പിന്നെ വേറൊരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. ഈ തെറ്റ് മോള് ശരിയാക്കിയില്ലെങ്കിൽ നമ്മൾ തമ്മിൽ തെറ്റും. ബാളി. ഹലോ, അമലിൻ്റെ അച്ഛനല്ലേ? അവൻ 2 ദിവസമായിട്ട് ക്ലാസ്സിൽ വന്നിട്ടില്ലല്ലോ. വീട്ടിൽ നിന്ന് പോന്നാ? അതിന് രക്ഷകർത്താവ് വന്നിട്ട് അവനായിട്ട് വന്നാൽ മതി കേട്ടാ. അടുത്ത പീരീഡ് PT ആണേ.
മണി അടിച്ചിട്ട് ഞാൻ ഒന്ന് ടീറ്റ് എടുക്കാൻ വേണ്ടി പോകും. എന്ത് പറ്റി? കാലിൽ ആണി കൊണ്ട് ടീച്ചറെ. അത് വേലി അടിയാ? ഇതില്ല, വന്ന വഴിക്ക് സംഭവിച്ചതാ. അതിനാണ് എന്നെ മണി അടിച്ചത്. ടീച്ചറെ മണി അടിച്ചാലേ കാര്യം പോയിട്ട് വേണ്ട, വേറെ പോയത്. ശരി എന്നാ. ടീച്ചറെ, കഴിഞ്ഞ അവിടുത്തെ യുവജനോത്സവത്തിന്റെ പൈസ കണക്കൊന്നും തന്നില്ലല്ലോ. അത് ബാക്കി 2 ടീച്ചർ ഇവിടെ തരാണ്ട്. പിന്നെ കണക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാനൊന്നുകൂടെ ചെക്ക് ചെയ്യും ഈ കണക്ക് ശരിയാണോ. ഞാൻ ആ പൈസ മാത്രം കേട്ടിട്ടില്ല. അല്ല, അത് ഞാനൊന്നുകൂടെ ചെക്ക് ചെയ്യും. ശരി. നമസ്തേ ടീച്ചറെ. നമസ്കാരം. മോള് 2 ദിവസമായിട്ട് ഇപ്പോൾ വരുന്നില്ല. അവൾ ഈ തെറ്റ് പരീക്ഷ കാരണം ആകെ ഫീലിങ്സ് അടിച്ച് വീട്ടിലിരിക്കണേ. എന്തിനു ടെൻഷൻ അടിക്കണ്? എന്താണ് ടീച്ചർ ഈ തെറ്റെന്താണ്? അതായത് കുട്ടികളുടെ മനഃശാസ്ത്രത്തിലും അധ്യാപന ശേഷിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പരീക്ഷ. ഇത് സാധാരണ അക്കാദമിക പരീക്ഷ പോലെയല്ല, തികച്ചും വ്യത്യസ്തമാണ്. പക്ഷെ അവളെ കൊണ്ട് പറ്റും. അപ്പൊ ഇതിനു മുമ്പ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളവരൊന്നും ഈ മനഃശാസ്ത്രം ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലേ? പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു യോഗ്യതാ പരീക്ഷ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ടീച്ചറെ, ഈ പിയൂണ് ടെറ്റ് എഴുതേണ്ടി വരുവാ? പിയൂണ് ടെറ്റ് എഴുതണ്ട, തെറ്റിക്കാതെ മണിയടിച്ചാ മതി. അത് ടിണ്ടിണ്ടിണ്ടിയല്ല, അത് കൃത്യമായിട്ട്. എനിക്ക് സന്തോഷമാണ് ഈ സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞ സന്തോഷമുള്ള കാര്യം. എന്തേ? എന്റെ ഒരു കൂട്ടുകാരൻ രമേശൻ എന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ പിയൂണല്ല, അവന്റെ ഭാര്യ ടീച്ചറാ. 24 മണിക്കൂർ ഞങ്ങളായിട്ട് കളിയാക്കിയാണെന്ന്. നീ ഒരു പിയൂണല്ല, എന്റെ ഭാര്യനെ കണ്ടുപിടിക്കും, ടീച്ചറാണ്, സ്കൂളിൽ കൊണ്ട് ആക്കാൻ വേണ്ടി അവളെയും കൊണ്ട് വരുന്നത്, പിന്നെ തിരിച്ച് വിളിക്കാൻ വേണ്ടി വരുന്നത്, പിന്നെ ഞങ്ങളെ കാണുമ്പോ ചവിട്ട് നിർത്തിയിട്ട് കണ്ടാ ടീച്ചറാണെന്ന് പറഞ്ഞ് ഞങ്ങളൊരു കളിയാക്കല്. അതുണ്ട്. അപ്പൊ ഈ പെണ്ണ് പരീക്ഷ എഴുതി തോറ്റു പോണം. എന്നിട്ട് മറ്റൊന്ന് എന്താണ് BRS മേടിച്ച് വീട്ടിയിരിക്കണം. ഇനി അവർക്ക് റിട്ടയർ എത്ര വർഷമുണ്ട്? 4 വർഷം കൂടെ ഉണ്ട്. അപ്പൊ പരീക്ഷ എഴുതണ്ട, 5 വർഷത്തിന് മേലുള്ളവർക്ക് എഴുതിയാൽ മതി. അല്ല ടീച്ചറെ, ഇപ്പൊ ഈ ഒന്നാമത്തെ കാര്യം അവള് പരീക്ഷ എഴുതി തോറ്റുപോയെന്ന് വിചാരിക്കുക. തോറ്റുപോയി കഴിഞ്ഞ കുട്ടികൾ കളിയാക്കും, മറ്റ് അധ്യാപകരുടെ മുമ്പിലും നാണക്കേടാണ്. ഉറപ്പിച്ചു വെച്ച കല്യാണക്കാരിയോ ഇട്ടേച്ചു പോകും. പിന്നെ അവള് ഫീലിങ്സ് അടിച്ചാവും. ഇപ്പൊ ഈ പണ്ടത്തെ പോലെ അല്ലല്ലോ ടീച്ചറെ, സൈനേ കോസേ കോസക്കെ കോട്ടെ ഉസാഗ ലസാഗ അതല്ലല്ലോ ഇനി വരാൻ പോണ ടെസ്റ്റ്. മാത്രമുള്ള അത് മാത്രം ഇപ്പൊ ഓർമ്മയുള്ളവർക്ക്. അതാണ് പ്രശ്നം. അതല്ല, കുറച്ച് പഠിക്കട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ കേശവൻചേട്ടനില്ലേ, അവൻ്റെ മോനുണ്ട്, ഇവിടെ പഠിച്ചിരുന്നാണ്, പ്രശാന്ത്, നല്ല മിടുക്കനാണ്. അവനവിടെ PSCയുടെ കോച്ചിങ് സെന്റർ നടത്തുന്നുണ്ട്, ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ട്. മോൾ അവിടെ കൊണ്ടാക്ക്, ഈ വൈകുന്നേരത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് പോയി ചേരട്ടെ. കേശവൻചേട്ടൻ്റെ മോൻ പ്രശാന്താ? ഹലോ, എന്താണ്? എന്റെ ടീച്ചറെ, കേശവൻചേട്ടൻ്റെ മോൻ പ്രശാന്തനെ എന്റെ മോള് പഠിപ്പിച്ചിട്ടുള്ളതാണ്, ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ളതാണ്, മുട്ടയിൽ നിർത്തിയിട്ടുള്ളതാണ്. അവന്റെ മനസ്സിൽ ആ വൈരാഗ്യം മുഴുവൻ ഉണ്ടാവും. അങ്ങനെ എന്റെ മോള് പഠിപ്പിച്ചവന്റെ മുമ്പിൽ എന്റെ മോള് വിദ്യാർത്ഥിയായിട്ട് നിൽക്കേണ്ട ഒരവസ്ഥ വന്നാൽ അതിലും ഭേദം അവള് തെറ്റെഴുതി തോറ്റ് വീട്ടിലിരിക്കട്ടെ, അതാ നല്ലത്.